നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ നിന്നുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻ്റെ ഒഴിവുകളുടെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള 43 തസ്തികകളിലേക്കുള്ള ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വിവിധ സ്ഥാപനത്തിലേക്ക് ഒഴിവുകളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ നെയിം വരുന്നത് കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ ബോർഡാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ നിരവധി പോസ്റ്റുകളിലേക്കുള്ള ഒഴിവുകൾ ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസാണ് ഈ താഴെ കാണുന്നത്. അപ്പം 100ഓളം ഒഴിവുകൾ ഇതിനകത്തുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ശമ്പളം വരുന്നത് 30,000 രൂപ വരെ സാലറി സ്കെയിൽ വരുന്നുണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്, പെർമനൻറ്റ് പോസ്റ്റുകളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വിവിധ പൊസിഷന് വിവിധ ഏജ് ലിമിറ്റാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ 10 +2 ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ മോഡ് വരുന്നത് ഫസ്റ്റ് ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഒരു സ്കിൽ അസസ്മെൻറ്റ് ഇൻ്റർവ്യൂ ബേസിസിലായിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫീസും കാര്യങ്ങളും ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് വൈസ് ഓരോന്നിനും ഓരോ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്, കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ. ഇവിടെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഇതിൻ്റെ ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കി അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നമുക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ഓരോ പോസ്റ്റിനും അതിൻ്റേതായ ക്വാളിഫിക്കേഷനും അതിൻ്റേതായ ഏജ് ലിമിറ്റുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് ഫീസും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അപ്പം തന്നെ എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന പോസ്റ്റുകളുമുണ്ട്. അപ്പം നിങ്ങൾ ഈ സൈറ്റിൽ കയറി ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻ നോക്കി നിങ്ങൾക്ക് മാച്ചായ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ സൈറ്റിൻ്റെ ലിങ്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതുപോലുള്ള ജോബ് ഡീറ്റെയിൽസ് ആണ്. അപ്പം നിങ്ങൾ കൂടുതലും നിങ്ങൾ അറിയാതെ പോകുന്ന ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു.